അപ്പോൾ ഇല്ലാത്തല്ല അത് നന്നാക്കല്ല നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ ഇല്ലാത്തല്ല അദ്ദേഹം നമ്മളെ വിട്ടുപോയി. പോയിട്ടില്ല, പോയതുള്ളൂ. നമ്മുടെ വിധേയത്തിനുള്ളിൽ എല്ലാവരും വിധേയത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആചാരാദികളും സമർപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ 1 ദിവസമോ 2 ദിവസമോ പറഞ്ഞു തീരാനുള്ള ചരിത്രങ്ങളല്ല. 102 വയസ്സിലാണ് മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിക്രമം ഒന്ന് നോക്ക് ഇല്ലേ? വിക്രമം കേരളത്തിലെ ഏറ്റവും വലിയ വിക്രമക്കാരനാണ് വി എസ് അച്യുതാനന്ദൻ. ഞാൻ അന്നത്തോളനാണ്. പക്ഷേ എനിക്ക് വി എസ് അച്യുതാനന്ദൻ മാത്രമാണ് മുഖ്യമന്ത്രിയായ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയിലെ ഞാൻ നേരിട്ട് കണ്ടത് വി എസ് അച്യുതാനന്ദൻ മാത്രം. അന്ന് ഞാൻ കാസർഗോഡിന് തിരുവനന്തപുരം വെച്ച് അന്നനല്ല. ഞാൻ ഈ ആശ്രമമായിട്ടൊന്നും അന്നൊന്നും അറിയില്ല. അന്ന് ഞാൻ ചെറുപ്പം ഒന്നും അറിയില്ല. അപ്പം അന്ന് ഞാൻ ആളെ ജോലി ചെയ്യില്ല. 10-18 വയസ്സുള്ളൂ. അപ്പോഴത്തെ ഇലക്ടരൊന്നുമില്ല. ഇലക്ടരെ പറ്റി അറിയില്ല, ഇലക്ടരുമില്ല, ഒന്നുമില്ല. അന്ന് ഇങ്ങനെ അന്ന് ഞാൻ ചെറുപ്പത്തിലേ ജോലിക്ക് പോകും. അപ്പം ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിനൊരു പരിപാടി വെച്ചാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ സമീപം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് കേൾക്കാൻ പോയി. അപ്പോൾ എനിക്ക് കാണാനുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം വിക്രമം കാണിച്ച് വിക്രമത്തിൻ്റെ ഓടി ഇന്നും നിർത്തിയില്ല. മരണം വരെ വിക്രമൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലേ? അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളം മണ്ണിന് വേണ്ടിയിട്ട് അദ്ദേഹം വിക്രമം കാണിച്ചു. എങ്ങനെ വിക്രമം കാണിച്ച് പോലീസുകാരെ അടി കിട്ടി. 1-2 അടിയല്ല, അടിയോട് അടി കിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെയും വാങ്ങിച്ച്. എന്നിട്ട് വിക്രമത്തിൻ്റെ കൊടി നായർക്കില്ല. പോലീസുകാരെ പണമായി പോലീസിൻ്റെ പണം വന്നിട്ടും അടിയോട് അടി കിട്ടുന്ന സമയത്തും വിജയത്തിൻ്റെ വിക്രമത്തിൻ്റെ കൊടി നായർക്കില്ല, ഇറക്കൂല. അദ്ദേഹം അങ്ങനെ ഒരാളാണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ലാവുണ്ടാലി വിക്രമത്തിനെ പറ്റി പറഞ്ഞു, കുഞ്ഞാലി കുട്ടി പറഞ്ഞു, പാണക്കാർ കണ്ണന്മാരോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും കേരളത്തിൽ എല്ലാവരും ഒന്നടക്കം അദ്ദേഹത്തിൻ്റെ വിക്രമത്തിനെ കുറിച്ചിട്ടേ പറയാനുള്ളൂ. എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഒറ്റ യൂട്യൂബിലും ഈ മൊബൈലിലെ ഒന്ന് പറയാനും അറിയാൻ മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ട്. വലിയ വിദ്യാഭ്യാസമാണെന്നൊന്നും ഇല്ലാന്നും പറഞ്ഞത് മനസ്സിലാക്കുന്ന ബോധം നമുക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ചരിത്രങ്ങളെല്ലാം ഒരുപാട് അറിയാം. ഞാൻ പഠിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഏത് പാർട്ടിക്കാരെന്നാണെന്നൊന്നും നോക്കണ്ട. അത് അവരവരെ വ്യക്തിപരമായിട്ടുള്ള ഇതാണ്. അതല്ല വ്യക്തികളല്ല, വ്യക്തിയും വ്യക്തികളാണ്. അദ്ദേഹത്തിൻ്റെ വിക്രമത്തിൻ്റെ ഒരു ചെറിയൊരു അംശം ഞാൻ പറഞ്ഞതുള്ളൂ, ഇതൊന്നല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിക്രമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടി ലാസ്റ്റ് അദ്ദേഹം മുഖ്യമന്ത്രിയിലെ അത്താലയിലുണ്ട്. ഇഷ്ടിക്കലാണ് അയാൾ കേരളത്തിലെ ജനങ്ങൾ വീട്ടിലെ വ്യക്തി വന്ന്
എന്തൊക്കെ വിഷയങ്ങൾ വന്ന് എണ്ണത്തിലെ ജാതി ഭേദം മതം വർണ്ണങ്ങൾ ലഭീപിൻ്റെ കാര്യത്തിലും സ്ത്രീകളെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വിധേയം വിപ്ലവം കാണിക്കും. വീട്ടിൻ്റെ കാര്യത്തിൽ വന്നതും സ്ത്രീകളെ കാര്യത്തിൽ വന്നതും ജാതി ഭേദം മതം ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല. അദ്ദേഹം മെൻസലാണ്. മെൻസൽ പോലെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്ത. അദ്ദേഹത്തിൻ്റെ വിപ്ലവം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഉള്ളിൽ മധുവില്ല. അതാണ് നോക്കുന്നത്. മധുവില്ല. മെൻസൽ പോലെ കാണണം. മെൻസലായി ജീവിക്കണം. മെൻസലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്നതാണ്. ആരെ മുമ്പിലും മുട്ടുമുറക്കില്ല. ഏത് തമ്പുരാക്കന്മാരുടെ മുമ്പിലും ഏത് തമ്പുരാക്കന്മാരുടെ മുമ്പിലും നമ്മുടെ വേദം പറഞ്ഞ പോലെ ഏത് തമ്പുരാനായാലും അദ്ദേഹത്തിന് അടക്കണ്ട്. അത് മുട്ടുമടുക്കില്ല. എന്തും മടുക്കായാലും മുട്ടുമടുക്കില്ല. മടുക്കുമില്ല. പണക്കാരുടെ വേട്ടിൽ പോയില്ല. അദ്ദേഹം എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായി. ജനങ്ങളുടെ കൂടെ. അതറിയണം. ജനങ്ങൾ അതറിയണം. അത് കണ്ടുപിടിക്ക്. എല്ലാ കാണുന്ന അറിയുണ്ടാവും. അതറിയാക്കാനുള്ളത് കണ്ടുപിടിക്ക്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു? ജനങ്ങൾക്ക് വരെയായി. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായ ജനങ്ങളാണ്. അപ്പം അദ്ദേഹത്തിന് വിപ്ലവം കാണിക്കുന്നതായ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കി. അതാണ് ബാക്കിയാണ്. അതിൻ്റെ നിലപാടുകൾ ഇതേയൊന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എല്ലാവരും ഒരുപോലെ കാണണം. എല്ലാത്തിനും ഇത് പറഞ്ഞാൽ ഒരുപാട് നന്ന് പറഞ്ഞാൽ തീരൂല. അപ്പോൾ എല്ലാവർക്കും കൊല്ലം